1947 ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണ്. വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങളേവർക്കും സുപരിചിതൻ. ഞാനിന്ന് വന്നത് ടെക് വീഡിയോ ആയിട്ടല്ല, ഒരു പ്രതികരണ വീഡിയോ ആയിട്ടാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. അപ്പൊ ഏതാ പറഞ്ഞതിന് മുമ്പും ടെക് വീഡിയോസിന് വേണ്ടി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലോട്ട് പോകാം. അതായത് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ടെക് വീഡിയോ ആയിട്ടല്ല, ഒരു പ്രതികരണ വീഡിയോ ആയിട്ടാണ്. ബട്ട് ദിസ് വീഡിയോ ഇസ് റിലേറ്റഡ് ടു ടെക്നോളജി ആൻഡ് സൈബർ സെക്യൂരിറ്റി ആൻഡ് സൈബർ ലോ. അപ്പൊ അതെന്താണ് പറയുന്നതിന് മുമ്പ് നമുക്ക് പറയാം, നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട ഒരു ചാനലാണ് വയനാടൻ വ്ളോഗർ. എനിക്കാണ്, നിങ്ങൾക്കാണോന്ന് അറിയില്ല. രണ്ട് കപ്പിൾസാണ് ആ വീഡിയോ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അവർക്ക് 1 ലക്ഷം തികഞ്ഞു, അവർക്ക് സിൽവർ ബട്ടൺ കിട്ടിയിട്ടുണ്ട്, അവർ ശരിക്കും അതിന് അർഹരുമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചാനലിന് അവർക്ക് ഫേസ്ബുക്ക് പേജും ഉണ്ട്, അവർക്ക് യൂട്യൂബിലും ഉണ്ട്, ഫേസ്ബുക്കിലും ഉണ്ട്. ഇതില് ഫേസ്ബുക്കിൽ കുറച്ച് അമ്മാവന്മാരും അമ്മായിമാരും ചില അമ്മച്ചിമാരും അപ്പാപ്പന്മാരും, അങ്ങനെ തന്നെ ഞാൻ പറയുന്നുണ്ട്, കമന്റ് ഇടുന്നു. നെഗറ്റീവ് കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള, ഇപ്പം നെഗറ്റീവ് കമന്റ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു വരാം. നെഗറ്റീവ് കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ അതിനുള്ള മാന്യമായ രീതിയിൽ കമന്റ് ഇടാം. ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, ഇവരുടെ ജോബാണ് സോഷ്യൽ മീഡിയയിലെ കണ്ടന്റ് പോസ്റ്റ് ചെയ്യുക, അത് ഏൺ ചെയ്യുക. ഏർണിങ്സിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. അവർക്ക് അത് പാർട്ട് ടൈം അല്ല, ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്നുണ്ട്. പാർട്ട് ടൈം ആയിട്ട് എന്നെ പോലെയുള്ളവരും ചെയ്യുന്നുണ്ട്. എനിക്ക് വേറെ ജോബ് ഉണ്ട്, അതിന്റെ പാർട്ട് ടൈം ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിന്റെ ഏർണിങ്സ് ഞാൻ നോക്കിയിട്ടല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത്. ദിസ് ഇസ് ഫോർ സർവീസ്. ഓക്കെ, ഏർണിങ്സ് കിട്ടിയത് സന്തോഷം. അപ്പൊ മറ്റേ ഇവർ പറയുന്നത്, ഇപ്പം ഞാൻ പറയാം, ഇപ്പം നമ്മുടെ പറയുകയാണെങ്കിൽ സഞ്ജു ടെക്കി, സുജിത് ഭക്തൻ, അൺബോക്സിംഗ് ഡ്യൂഡ്, വയനാടൻ വ്ളോഗർ, M4 ടെക്, മല്ലു ഫാമിലി, ഇവരൊക്കെ, ഞാൻ പറയാൻ വിട്ടുപോയി, ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബർ ഉള്ള KL ബ്രോ, ഋത്തിക്, ബിജു ഋത്തിക്, അവരുടെ ചാനൽ, അതായത് നിങ്ങൾക്കറിയാം കവിന്റെ, ഇവരുടെ ഒക്കെ പ്രൊഫഷനാണ് ഇത്. അപ്പൊ ഞാനിതില് ചില കമന്റ്, ഇപ്പൊ ഞാൻ പറഞ്ഞ നേരെ വയനാടൻ വ്ളോഗറിലേക്ക് തന്നെ വരാം. നമ്മൾ ചില കമന്റ്സ് അത് അവർ ഹേർട്ടിൻ്റെ, ഇത് മനുഷ്യന്മാരാണ്. അപ്പം ഈ ആദ്യത്തെ കപ്പിളില് ലേഡി ഒരു ഷോർട്സ് ഇട്ട ഫോട്ടോ ഇട്ടു, അതിന് പറയാൻ ബാക്കിയില്ലാത്ത കമന്റ്സ് ഇല്ല. അവരതിനെ പ്രതികരിച്ച് 2 വീഡിയോസും ചെയ്തു. ഇതിൽ വരുന്ന സ്ഥിരമായി ഞാൻ കാണുന്ന ഇവരെയൊക്കെ വീഡിയോസിൽ ഞാൻ കാണുന്ന ഒരു ഇതാണ്, നിങ്ങൾക്ക് വേറെ പണിക്ക് പോയിക്കൂടെ, പണി ചെയ്ത് ജീവിച്ചൂടെ എന്നൊക്കെയാണ് ഇതിൽ വരുന്ന ഏറ്റവും കൂടുതലായിട്ടുള്ള കമന്റ്. ഞാൻ ചോദിക്കട്ടെ, ഇതാണ് അവരുടെ പ്രൊഫഷൻ? ഇതാണ് വ്ളോഗേഴ്സിന്റെ പ്രൊഫഷൻ? ദാറ്റ് ഈസ് ദർ പ്രൊഫഷൻ. ഇപ്പൊ സുജിത് ഭക്തനോട് ചോദിച്ചിട്ടുണ്ട് പണിക്ക് പോയി ജീവിച്ചൂടെ. അപ്പൊ ഞാൻ ചോദിക്കേ, ഇതൊക്കെ ഈ മലയാളികളുടെ ഇടയിൽ മാത്രമല്ല. എനിക്ക് മലയാളി പറയുമ്പോൾ ആ കാര്യത്തിൽ അഭിമാനമല്ല, അപമാനമാണ് വരുന്നത്. കാരണം എന്താ വെച്ചാൽ, ഇത് നിങ്ങളിപ്പോ ഒരു നോർത്തിലോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലോ ഈവൻ ഇഫ് തമിഴ്നാട്ടിൽ പോലും ഇങ്ങനത്തെ കമന്റ്സ്, ഇപ്പൊ സുഹേൽ വ്ളോഗറിന്റെ കമന്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ തമിഴന്മാർ ഇങ്ങനത്തെ കമന്റ് ഇടില്ല. അതില് പമ്മി, അവരെ വൈഫിന്റെ പേര് പമ്മി എന്നാണ്, പമ്മിയുടെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് പണ്ട് കമന്റ് ഉണ്ടായിരുന്നു. അത് അവര് റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് ഇട്ടത് മലയാളീസ് തന്നെ കേട്ടോ. സത്യം പറയാൻ വളരെ മോശം, ഷെയിം, അത്രേ പറയുള്ളൂ. എനിക്ക് കണ്ണിന് പ്രോബ്ലം ഉണ്ട്, അതിച്ചിട്ട് കമന്റ് ഇട്ടുണ്ട്, നീ എങ്ങോട്ട് നോക്കിയിട്ട് വെച്ചാൽ. ഞാൻ ഇടുന്ന കണ്ടന്റാ നോക്കേണ്ടത്, ടെക് കണ്ടന്റാണ് ഞാൻ ഇടുന്നത്, അതിന് എന്റെ കണ്ണിലോട്ടും അല്ല നോക്കേണ്ടത്. പിന്നെ മലയാളികളുടെ ഇടയിലുള്ള സൂക്കടാണ്, വ്ളോഗർ തടിച്ചു കഴിഞ്ഞാൽ കുഴപ്പം, വ്ളോഗർ മെലിഞ്ഞാൽ കുഴപ്പം. അപ്പം നിങ്ങൾക്കൊക്കെ ഒരു ആവറേജ് വെയിറ്റ് വേണം തന്നെയാണോ? ഇത് തടിച്ചുള്ള വ്ളോഗേഴ്സ് വ്ളോഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണില്ലേ? മെലിഞ്ഞ വ്ളോഗേഴ്സ് വ്ളോഗ് ചെയ്ത് കഴിഞ്ഞാൽ കാണില്ലേ? ബോഡി ഷേമിംഗ് അല്ല നിങ്ങൾ ചെയ്യേണ്ടത്, ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്നില്ല. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, മലയാളീസിന്റെ ഇടയിലാണ്. ഇപ്പൊ ചൈനക്കാരുടെ ഇടയിലൊന്നും തടിച്ചൊരു വ്ളോഗർ ചെയ്ത് കഴിഞ്ഞാലൊന്നും അയാളുടെ ബോഡീനെ അല്ല, അയാളുടെ കണ്ടന്റാണ് അവർ നോക്കുന്നത്. പിന്നെ ഇവരോട് ചോദിച്ചൊരു കാര്യം, കണ്ടന്റ് എന്താണ്? ഇത് ഫാമിലി വ്ളോഗിങ് ആണ്,
അവർ ഫാമിലിയിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്കത് ഇപ്പോഴത്തെ മലയാളി ട്രെൻഡ് പ്രകാരം അതിനാണ് കണ്ടന്റ്. നമ്മൾ ടെക്കും സൈബർ സെക്യൂരിറ്റിയും വീഡിയോസ് ഇട്ടാൽ വെറും 300 വ്യൂസ് ഉള്ളൂ. ഒരു സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ ടെക് വ്ളോഗറിന്റെ രോദനം ഞാൻ പണ്ട് പറഞ്ഞ പോലെ നമുക്കൊരു 200, 250, 300 മാക്സിമം പോയാൽ വലിയ ഇത് കിട്ടുന്ന ആൾക്കാരുണ്ട്. കാരണം ഒരു ഹൈപ്പിലെത്തിയ ആൾക്കാർക്ക് പിന്നെ അത് അങ്ങനെ പോയിക്കോളും. പക്ഷെ ഇന്നുള്ള ആൾക്കാർ ഇപ്പം ബ്രോ ഋത്തിക് എന്ന് പറഞ്ഞുള്ള ചാനൽ എടുത്തു നോക്കാൻ അവരെ എന്താണ് കണ്ടന്റ് ഇല്ല. അവര് ദാറ്റ് ഈസ് എന്റർടൈൻമെന്റ്. ഓക്കെ, അങ്ങനെ തന്നെ പറയാം. പിന്നെ അൺബോക്സിംഗ് ഡ്യൂഡ്. പിന്നെ ഇന്ന് എന്തൊരു പുഴു അങ്ങനെ എന്തൊരു ചാനൽ കണ്ടു. ആ ചാനലിൽ പറയുന്ന ഒരു ഡയലോഗ്, അതായത് ഒരു കോമഡി ആയിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ ചാനലിന്റെ പേര് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഈ യൂട്യൂബേഴ്സ് ഗിവ് അവേ പാവങ്ങൾക്ക് കൊടുക്കുന്നത്, അത് സഞ്ജു ടെക്കിനെയാണ് വെച്ചത്. സഞ്ജു ടെക്കിനെ നിക് വ്ളോഗ്സ് അങ്ങനെ അതൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇതിനെ നിങ്ങളൊരു കോമിക് വേർഷൻ ആയിട്ട് ഫേസ്ബുക്കിൽ ഇട്ടാൽ അത് ശരിയാണോ? അത് ഞാൻ ഇവിടെ പറയേണ്ട, എന്നാലും ഞാൻ പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് പോയിന്റ് വയനാടൻ വ്ളോഗ്. അപ്പൊ ഇവർ ഈ ഒരു കണ്ടന്റ് ഇട്ടിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഇവരുടെ ഞാൻ തുടക്കം മുതൽക്ക് വീഡിയോസ് കാണുന്നതാണ്, എനിക്കിഷ്ടമാണ്, നല്ല രസമായിട്ട് അവർ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഞാൻ കമന്റ് ബോക്സ് ശ്രദ്ധിക്കാറുണ്ട്, വളരെ മോശമായിട്ടുള്ള കമന്റ്സ് ആണ് വരുന്നത്. ആ കമന്റ്സ് ഇവര് ഡെലിറ്റ് ചെയ്യുന്നില്ല, സൈബർ സെല്ലിലെ കേസിന് പോകണില്ല. ആസ് എ സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് ഞാൻ പറയാം, ഇവര് ഒരു ലീഗലായിട്ട് ഒരു ആക്ഷൻ എടുത്ത ഈ കമന്റ് ഇട്ട എല്ലാവരും അകത്ത് കിടക്കും. വലിയൊരു ഫൈൻ കൊടുത്ത് ഇവർക്ക് പെട്ടെന്ന് കോടീശ്വരന്മാരാകാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെ കണ്ടന്റാണ്. കുടുംബം പണം വെക്കാനുള്ള വരെയുള്ള സിവിലും ക്രിമിനലുമായിട്ട് ഇവർക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റും, ഡെഫർമേഷന് കേസ് ഫയൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അഡ്വക്കേറ്റ് ആയിട്ട്, അവരായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതുമാണ് ഡെഫർമേഷൻ ഈസി ആയിട്ട് കേസ് ഫയൽ ചെയ്യുക, വളരെ മോശമായിട്ട്. അപ്പൊ പറയും ഫേക്ക് ചാനൽ, ഫേക്ക് ഐഡീസ് എന്നാണ് ഈ ഒരു കമന്റ്സ് ഇട്ടത്. എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സൈബർ സെല്ല് വളരെ അഡ്വാൻസ്ഡ് ആണ്, ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഈ കമന്റ് ഇട്ട ആൾക്കാരെ ഒക്കെ പിന്നെ അവര് പറയും, ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അവർക്ക് പറയാം, ഞങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, ഞങ്ങൾക്ക് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് കമന്റ് ചെയ്യാം വീഡിയോയ്ക്ക് എന്തെങ്കിലും ക്വാളിറ്റി കുറവുണ്ടെങ്കിൽ, വീഡിയോയിൽ എന്തെങ്കിലും കണ്ടന്റ് മോശം ഉണ്ടെങ്കിൽ. അല്ലാണ്ട് വളരെ അസഭ്യമായ രീതിയിൽ കമന്റ് ഇടാൻ നിങ്ങളെ അനുവദിക്കില്ല. നിങ്ങളൊരു ലേഡീനെയാണ് സൈബർ ബുള്ളിങ് ചെയ്യാൻ നോക്കുന്നത്. വളരെ മോശമായിട്ട് പറയാൻ വെച്ചാൽ അത്രയും മോശമായിട്ടുള്ള കമന്റ്സ് ആണ് അതിൽ കാണുന്നത്. എനിക്കത് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ വായിക്കാത്തത്. അപ്പൊ ഈ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് വീഡിയോ ചെയ്യാൻ. അപ്പൊ അവർ പറയും, ഈ കമന്റ് ഇടണവർ പറയും ഞങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട് കമന്റ് ഇടാൻ. അതില്ല, കാരണം ഇത് അവരുടെ വാളിൽ പോയിട്ടാണ് നിങ്ങൾ കമന്റ് ഇടുന്നത്. നിങ്ങൾ വീഡിയോ ചെയ്തോളൂ, അതിനുള്ള കഴിവില്ല. അപ്പൊ രോദനം. പിന്നെ നേരത്തെ പറഞ്ഞൊരു പോയിന്റാണ്, നിങ്ങൾക്ക് ജോലി ചെയ്ത് ജീവിച്ചൂടെ. ഇതാണ് അവരുടെ ജോലി. എന്താ ഒരു ക്യാമറന്റെ മുമ്പിൽ വീഡിയോ ചെയ്യാൻ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പണി എന്നാണ് വിചാരം? ആദ്യം കണ്ടന്റ് എടുക്കണം, ഷൂട്ട് ചെയ്യണം, ഷൂട്ടിന് വരെ ഔട്ട്ഡോർ ചെയ്യുന്ന ക്ലൈമറ്റ് നോക്കണം, ലൈറ്റിങ് നോക്കണം. 4 ഈ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് പ്രൊഡക്ഷൻ, എഡിറ്റ് ചെയ്യണം. അപ്പൊ ഞാനിപ്പോ ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം എൻ്റെ മോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യും. എഡിറ്റിംഗ് ബൈ ശ്രീയാജയ്. ഓക്കെ, അപ്പം ആ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റെൻഡർ ചെയ്യണം. അത് ഇറ്റ്സ് പാർട്ട് ഓഫ് എഡിറ്റിംഗ്. അതിനുശേഷം അത് അപ്ലോഡ് ചെയ്യണം. യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബിൽ, ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റയിലാണെങ്കിൽ ഇൻസ്റ്റയിൽ ആക്കണം. തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യണം, ഇത് മാർക്കറ്റ് ചെയ്യണം, അതായത് ഷെയർ ചെയ്യണം വാട്സപ്പിൽ, നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളിലൊക്കെ. ഒരു ലെവലിലെത്തി അതിൻ്റെ ആവശ്യമില്ല, അത് തനിയെ ആൾക്കാർ കണ്ടോളും. അപ്പം ഇവര് ഈ ഇത്രയും മെനക്കെട്ട് ചെയ്യുന്നത് ഇത് തൊഴിലല്ലേ? അതോ നിങ്ങൾ ഈ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഈ പറമ്പ് പണിയും മരത്തെ കയറണവും ഡ്രൈവിങ്ങും അതേപോലെ തന്നെ വേറെ IT ജോബ്സ്, അത് മാത്രമാണോ ജോബ്സ്? ഞാൻ അറിയാണ്ട് ചോദിക്കും. ഇത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോബായിട്ട് തന്നെയാണ് നമ്മളൊക്കെ കാണുന്നത്. അപ്പം ഇത് വളരെ മോശമാണ്. അപ്പൊ ഇതിൽ കമന്റ് ഇടുന്ന അവർ ലീഗലായി മൂവ് ചെയ്യാൻ മടിയുള്ളതുകൊണ്ടാണ്. ഞാനോ മറ്റോ ആയിരുന്നെങ്കിൽ എൻ്റെ വാളിൽ ഇതേപോലെ കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ലീഗൽ ആക്ഷൻ എടുത്തേനെ. പണ്ട് ഇത് പറയുമ്പോൾ ഒരു ഹിസ്റ്ററി ഞാൻ പറയാം. പണ്ട് പല വ്ളോഗ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒരാൾ എൻ്റെ ഇതിലൊരു കമന്റ് ഇട്ടു, ഞാനൊരു ബ്രാൻഡ് ഫോണിനെ വളരെ മോശം പറഞ്ഞു. ആ ഒരു ചാത്തൻ ഫോൺ എന്ന് പറഞ്ഞു. പക്ഷെ ആ ഫോണിനെ ഇന്ത്യയിൽ ബാൻ ചെയ്തു ഞാൻ പറഞ്ഞതിന് ശേഷം. നിങ്ങൾക്ക് നോക്കാം പണ്ട് എൻ്റെ വീഡിയോ, ആ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഐ ബട്ടണിലിടാം.
ഹോണർ ഹുവാവേ ഫോൺ ഇന്ത്യയിൽ ബാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തു ബാൻ ചെയ്യുന്നതിന് മുമ്പ്. കാരണം അത് ചൈനീസ് ഫോണാണ്. അവർ പിന്നെ വേറെ പേരിൽ ഫോൺ ഇറക്കി, അത് പോട്ടെ, ഏതാ ബ്രാൻഡെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ആ ബ്രാൻഡ് ഉപയോഗിക്കുന്നുണ്ട്, അവരുടെ ക്യാമറയൊക്കെ നല്ലത്. അപ്പൊ ചാത്തൻ ഫോൺ എന്ന് പറഞ്ഞപ്പോൾ ഇതിന്റെ ഒരു ഫാൻ കയറി എന്നെ പൊങ്ങാലിട്ടു. ഞാൻ അവനെ ട്രാക്ക് ചെയ്തു, ഞാൻ തന്നെ ട്രാക്ക് ചെയ്തു, അവനെ വിളിച്ചു മൊബൈലിൽ. അപ്പം പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ലീഗൽ ആക്ഷൻ എടുക്കുന്നു. അപ്പൊ എങ്ങനെ നമ്പർ കിട്ടാനോ വിഷമം സോഷ്യൽ മീഡിയയിൽ. അവൻ കമന്റ് ഇട്ട ഡിവൈസിന്റെ IP എടുത്തിട്ട് നമുക്ക് ആ നമ്പർ എടുക്കാനുള്ള വളരെ സിമ്പിളുള്ള കാര്യമാണ്. അങ്ങനെ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പം ആള് പേടിച്ചു, ആ കമന്റ് ഈസി ആയിട്ട് ഡെലിറ്റ് ചെയ്തു. ഇവരത് ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾക്കെതിരെ ലീഗലായിട്ട് ആക്ഷൻ എടുത്ത് അവരെ ഇംപ്രസൺമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തീരും. പണ്ട് ഡ്യൂഡിനെ ഇൻസൾട്ട് ചെയ്ത ഒരു പയ്യൻ വീഡിയോ ചെയ്തു. ഡ്യൂഡ് ഈസി ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു, ആളെ വിളിപ്പിച്ചു, കോംപ്രമൈസ് ആക്കി, അത് കേസൊന്നും വന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്, നിങ്ങളുടെ സൈബർ, ഞാനിത് വയനാടൻ വ്ളോഗറിനോട് പറയുന്ന ഒരു അഡ്വൈസാണ്, നിങ്ങളെ സൈബർ ബുള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ചെയ്യണം. അവരാരാണെന്ന് അവരെ ഫോട്ടോസ് കാണിച്ച് തന്നെ ചെയ്യണം. കാരണം അവരെ വീട്ടുകാരും കാണട്ടെ ഇത്ര മോശമായിട്ടാണ് അവരെ ഭർത്താവോ ഭാര്യയോ മകളോ മകനോ ഒക്കെ വീഡിയോ ഇടുന്നത്, വാക്കുകൾ ഉപയോഗിക്കുന്നത്. കാരണം അവരെ ഇടുന്ന ആൾക്കാര്, ഈ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാരെ പൈതൃകത്തെയാണ് ചോദ്യം ചെയ്യുന്നത് ഞാനിവിടെ. കാരണം അവരെ സംസ്കാരം അതാണ്. കാരണം ഇവരുടെ ജോലിയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ പറയുന്നത് ഷോർട്സ് ഇട്ടു എന്നാണ്. ഇപ്പം മലയാളത്തിലെ ഒട്ടുമിക്ക നടിമാരെ ഇൻസ്റ്റാഗ്രാം പേജസിൽ പോയി കഴിഞ്ഞാലും അവർ ഷോർട്സ് ഇടാത്ത ഒരു വീഡിയോ പോലും, ഒരു ഫോട്ടോയെങ്കിലും ഇല്ലാണ്ട് ഇരിക്കുമോ ഈ പറയുന്ന കമന്റ് അമ്മായിമാരെ അമ്മാവന്മാരെ? ഞാൻ ചോദിക്കട്ടെ, ഇൻസ്റ്റാഗ്രാം ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് കാണാം. നമ്മുടെ പ്രശസ്തമായ യുവ താരങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജസിൽ, വെരിഫൈഡ് ആയിട്ടുള്ള ബ്ലൂ ടിക്കുള്ള ഇൻസ്റ്റാഗ്രാം പേജസിൽ പോയി കഴിഞ്ഞാൽ ഇതേ സ്റ്റാൻഡേർഡ് ഇതിലും ഓക്വേർഡ് ആയിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് കാണാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയില്ല, അത് അവർക്ക് ഇൻസൾട്ട് ആവുന്ന നടിമാർക്ക്, അത് കാരണം അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, ഡ്രസ്സിനുള്ള സ്വാതന്ത്ര്യമാണ്. പണ്ട് രഹന ഫാത്തിമ വീഡിയോ ഇട്ടപ്പം, കുട്ടീനെ കൊണ്ട് ന്യൂഡിറ്റി വീഡിയോ ഇട്ടപ്പം ഞാൻ അതിനെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു, സത്യമാണ്. അതിന് വരെ കോടതിക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അത് അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ ഇവരെ ഒരു വീഡിയോ ചെയ്യുമ്പം എന്തിനാണ് നിങ്ങൾ അവരെ ക്രൂശിക്കുന്നത്? അത് അവർ ചെയ്തോട്ടെ, നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ കാണണ്ട. എൻ്റെയൊക്കെ അഭിപ്രായത. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ കാണണ്ട. ഇതിന് നെഗറ്റീവ് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ലീഗലായിട്ട് ആക്ഷൻ എടുക്കും. അവരെ അത്ര വിശാല മനസ്കതയൊന്നും എനിക്കില്ല. എൻ്റെ ചാനലിൽ കയറി വളരെ മോശമായി അസഭ്യം ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിന് സിവിലായും ക്രിമിനലായും ലീഗലി ആക്ഷൻ എടുക്കും. അത് 100% ഉറപ്പാണ്. ഈ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, കാരണം ഇത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഇതിൽ ചിലപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറേയിരിക്കും, പക്ഷെ ഇത് അവരുടെ സ്വാതന്ത്ര്യം നമുക്ക് ഹനിക്കാതിരിക്കാനും ഒരു യൂട്യൂബർ എന്ന നിലയിലും ഒരു സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് എന്ന നിലയ്ക്ക്, ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയ്ക്കും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു. അപ്പം മറ്റൊരു വീഡിയോ കാണുവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.